ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലൊന്നും അല്ല കേട്ടോ, നടിയിലും അല്ല, പൂക്കളെ കാണിക്കുന്നുമല്ല, വിളവെടുപ്പും ഒന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ ഈ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് കൃഷികൾ എന്നോട് എപ്പം പറയും, നിങ്ങളെ ഗാർഡൻ ടൂറൊക്കെ ഒന്ന് കാണിക്കോ, ഗാർഡൻ ടൂർ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ടുള്ള കൃഷി എനിക്ക് കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ്. അതിപ്പോൾ അല്ല, അവിടെയാണ് പയർ അങ്ങനത്തെ ഒക്കെ ഉള്ളത്. ഇവിടെ ഉള്ള ചെടികളും എന്തൊക്കെയാണ് പൂക്കളും നട്ട ചെടികളും പച്ചക്കറികളും ഒക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ തറവാട് വീടും ഞാൻ കയറി ചെന്ന ഫസ്റ്റിൽ ഞാൻ വലതുകാല് വെച്ച് കയറിയ വീടും ഒക്കെ കാണിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീട് എടുക്കുന്നത്. എന്നാൽ വരി നമുക്ക് തുടങ്ങാലോ. ഫസ്റ്റിൽ തന്നെ വീടിൻ്റെ റോഡ് സൈഡ് ആ പുറത്ത് നട്ടതൊക്കെ കേട്ടോ. ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടോ, നിങ്ങൾക്ക് നടാം. അതുകൊണ്ടാണ് ഇതാ പുറത്താണ് ഞാനിതാ ചീര, എവിടെയാണോ വെയിൽ കിട്ടുന്നത് അവിടെ ഒക്കെ ഞാൻ കൊണ്ടുപോയി ഫിറ്റാക്കും എൻ്റെ പച്ചക്കറികൾ. ഇതാ ചീര, നിത്യകല്യാണി, മഞ്ഞപ്പൂവ്, ഇത് മെലസ്റ്റോമ മൊട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതിനോരോ സീസണാണ്. ഇപ്പം മൊട്ടിടുന്ന സമയമാണ്. ഇതാ നിറച്ച് മൊട്ട. ഇതൊക്കെ ചീര, അവിടെയൊക്കെ ഉള്ളി നട്ടിട്ടുണ്ട്. ഇതെൻ്റെ സാൽവിയ അത് മദർ പ്ലാന്റ്. പൊട്ടിച്ച് ഞാൻ കൊടുത്ത ആൾക്കാരെ കണക്കില്ല. ഇനി ഞാൻ പൊട്ടിക്കാൻ പോകും, അതൊന്ന് ചെറുതാക്കണം. എൻ്റെ ബോഗൺവില്ല കുറേ വെട്ടി റോഡ് സൈഡായിട്ട് വാഹനം വരുന്ന് കാണൂല എന്നുള്ള പരാതി വന്നിട്ട് ഇതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് പേടിയാവുക. പിന്നെ എൻ്റെ ക്യാബേജ് ഞാൻ എപ്പം പറയുന്നതാണ്, ഞാൻ നഴ്സറി പോകുന്നില്ല തൈ വാങ്ങാൻ. എൻ്റെ തൈ തന്നെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന തൈ. അങ്ങനെതാ ഇതങ്ങനെ ഉണ്ടായതാ, ഒരു കുറ്റിമന്ന് മുളച്ചതാ. അത് കണ്ടോ, ഒരു കുറ്റിമന്ന് മുളച്ചിട്ട് ഒന്നിവിടെ വെക്കാം, ഒന്നിവിടെ വെച്ചാൽ ആ വലുതാവും കേട്ടോ. ബാക്കിയെല്ലാം ഇതൊക്കെ പൊട്ടിച്ച് നടുന്നതാ ബാക്കി. ഇത് പുളിവണ്ട ഇത് നിറച്ച് കായ്ച്ചിട്ട് എന്തിനാ പറ്റാതെ എനിക്ക് തിരിഞ്ഞില്ല. എനിക്ക് പൂളപ്പോയിലുള്ള കുഞ്ഞിമച്ചി ഗിഫ്റ്റ് തന്നതാ. അതൊക്കെ കാബേജ്. ഈ ചെടികളൊക്കെ പിന്നെ എവിടെ വെക്കേണ്ടിയ തിരിയേറ്റ് വെക്കുന്ന അതൊക്കെ ഗേറ്റിൻ്റെ പുറത്ത്. ഈ ചുവന്ന ചീര എന്ത് നല്ല ചീര അറിയോ, എന്ത് ടേസ്റ്റാ, കേടുവരാതുണ്ടായും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി, ഇതൊക്കെ കാബേജ്. നിങ്ങൾ വിചാരിക്കും ഈ ക്യാബേജൊക്കെ ഞങ്ങൾ തിന്നുവന്ന്. എൻ്റെത് ഒരു 90% എൻ്റെ വിതരണം ചെയ്യല. ഇന്ന് പറിച്ചതും ഇനി വിതരണം ചെയ്തു. അതൊക്കെ ക്യാബേജ് ഉഷാറായിരുന്നു. ഉള്ളിപ്പൂ കണ്ടിടോ, ഇതാണ് ഉള്ളിപ്പൂവ്. എന്താ എൻ്റെ തക്കാളി ഒന്ന് ഉഷാറായി വരുന്നു. ഇതൊക്കെ ക്യാബേജിൻ്റെ ഇടയിലൂടെ അങ്ങ് വരിക. ഇത് ഡാലിയായിരുന്നു. ഡാലിയ ഞാൻ വെട്ടിക്കൊടുത്തപ്പോൾ നിറച്ചുണ്ടാകുന്നുണ്ട്, പൂവിടുന്നില്ല. എന്താ അറിയില്ല, എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ ക്യാബേജ്, ചീര, ക്യാബേജ്. ഇതാ ഇനി ഒരു ഷേപ്പിലൊക്കെ വെട്ടിക്കൊടുക്കണം. കട്ടച്ചോപ്പ് എല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും എന്ന് പറയണ്ട, എനിക്കും ഇഷ്ടമാണ്. ഇതൊരു റോസാണ്. അത് റോസ്. ആദ്യം എനിക്ക് റോസിനോട് എനിക്ക് താല്പര്യം. അപ്പം എനിക്ക് ചോപ്പിൻ്റെ കളറ് കണ്ടു നോക്കുമ്പോൾ അതായി ഇഷ്ടം. പിന്നെ എൻ്റെ സാൽവി ഞാൻ പറഞ്ഞല്ല, കട്ട് ചെയ്ത് അടിപൊളിയൊക്കെ അങ്ങനെ നട്ടുണ്ടായ ചോപ്പൊക്കെ ഇങ്ങനത്തെ ഒരു ചോപ്പാട്ടോ. ഞാൻ ഇത് തണലത്തും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയത് പൂപ്പൊലിക്ക് പോയപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ തോന്നിട്ട്. അപ്പോൾ അവിടെ തണലുള്ളടത്തൊക്കെ അത് പൂട്ടിണ്. അങ്ങനെ ഞാൻ നട്ട്. ഇതെൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി പോണ ഗേറ്റാ. മൂത്ത മോനെ വലിയ വണ്ടി എടുത്ത് വെക്കുമ്പോൾ അതിൽ കൂടെ പോകുള്ളൂ. അതിൽ കൂടെ ഉരക്കുക സൈഡേ. എന്നിട്ട് വലിയ ഇതങ്ങ് കട്ട് ചെയ്ത് ഇത്രയും വലിയ ഗേറ്റ് അങ്ങാക്കി. വഴുതിന പറിച്ച് കുറേ പറിച്ചിന്. ഇതൊക്കെ ഉണ്ടാകുക. നിറയെ പൂവ്. ഒരു ഭാഗത്ത് നിറയെ പൂവിടുന്ന്, കായ ഉണ്ടാകുന്നു. ഇവിടെ ഉണ്ട് ഒരു ബോഗൺവില്ല, അത് വേറൊരു കളറാണ്. ഈ സൈഡിൽ ഞാൻ ഇവിടെ ഒഴിവുള്ളിടത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വെയിൽ കാണുന്നിടത്തൊക്കെ ഞാൻ ഫിറ്റാക്കും ഓരോന്നിതാ. ഈ ക്യാബേജ് കേട് വന്നപ്പോൾ മരുന്നടിച്ച് വെക്കുമ്പോൾ ചുറ്റും വേറെ ക്യാബേജ് വന്ന്. എന്തെല്ലാം മാജിക്കാ. ഇതൊക്കെ എൻ്റെ ഉരുളക്കിഴങ്ങ് ഞാൻ മാന്തി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ട്. ഇതിലൊക്കെ ഞാൻ മാന്തി വെക്കി. എനിക്ക് അങ്ങനെ ഒരു അസുഖം, മാന്തൽ കഴിയും. കണ്ടോ ഉരുളക്കിഴങ്ങ് കണ്ടോ? ഇവിടെ ഒക്കെ ഞാൻ കണ്ടീന്. കണ്ടോ,
ഞാൻ വിളവെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങ് എൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് രണ്ടെണ്ണമൊക്കെ പറിച്ചെടുക്കലാണെന്നുണ്ട്. ഞാൻ പിന്നെ കപ്പ പുറത്ത് നട്ട് ഇവിടെ വലിയ കപ്പ നട്ടീനു. അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് മണ്ണില്ലേറ്റ് മുറ്റൊക്കെ ഇങ്ങനെ കല്ല് പതിപ്പിച്ചിട്ട് മണ്ണില്ല. ഒരു ടിപ്പർ മണ്ണിറക്കിയത് അത് നല്ല മണ്ണാണ്. എന്നിട്ട് ഞാൻ ഷീറ്റ് ഇട്ടതാ. മഴ പെയ്താൽ കുത്തിയൊലിച്ച് പോകുമല്ലോ. ഇതുണ്ടോ അതൊക്കെ പടവളിച്ചുണ്ടാകാറ് ഉണ്ടായതാ. എല്ലാ പൂക്കൾ ഗേറ്റിന് ഇടാ ചോപ്പ് പൂവ് കാണാൻ എല്ലാം പുറത്തതെല്ലാം നിങ്ങളെ കാണിച്ചു തന്നല്ലോ. ഇനി അകത്ത് മുറ്റത്തുള്ളത് കേട്ടോ. എന്താ വെർട്ടിക്കല് ചീര കൃഷി നോക്കി ചീര ഉണ്ടായത് എന്തോ ഉഷാറ്. ഇപ്പം അടുത്ത് നട്ടതാ. എന്താ അവിടെ ഇതൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട് ഉഷാറിൽ. ഇതും വെർട്ടിക്കൽ പച്ചച്ചീര. അത് കാബേജ് അത് ഓരോന്നുണ്ടാവും നാശാവും ഒക്കെ എല്ലാം വിജയിച്ച നമ്മൾ പാര നട്ടതൊക്കെ വിജയിക്കുകയാണെങ്കിൽ. ചെറിയൊരു അബദ്ധമൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറയാണ്ട നിൽക്കുക. എന്താ അതൊക്കെ ചീരയാ. ഇത് കണ്ടോ, ഇത് എൻ്റെ ഞാൻ പടുത്തുണ്ടാക്കിയ എന്താ നെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കണ്ടോ, തെളിഞ്ഞിക്കുന്ന ഷാറിൽ. ഇതുകൊണ്ട് ഒറ്റ തോരനുള്ളുണ്ട്. പിന്നെ എൻ്റെ ഉള്ളി ഇതെല്ലാം ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ തക്കാളിക്ക് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇതിനൊന്നും കുഴപ്പമില്ല. എന്താ അതെൻ്റെ നിത്യവഴുതനതാ കായ്ച്ചുണ്ടോ, അടക്ക കായ്ച്ച്. എന്താ ഇവിടെ ഇങ്ങനെ ഒരു കമ്പ് വെച്ച് കൊടുക്കണം. ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഇനി എന്താ കുപ്പിയിൽ ഉള്ളി നട്ട് ഉള്ളി ആയിട്ടില്ല, ആകുന്നേ ഉള്ളൂ. പിന്നെ ഇതെന്താ അറിയോ, ഇതെൻ്റെ മെലസ്റ്റോമ തൈ ഇട്ടതാ. തൈ എന്ന് പറഞ്ഞാൽ തളിര് നട്ടതാ. ഒക്കെ മുളച്ച്. എൻ്റെ ആന്തൂര്യത്തിൻ്റെ കളറ് നോക്ക്, കളറ് നോക്ക്. നല്ല അലോവേര പിന്നെ നമുക്ക് വേണ്ടതാ. പണിയെടുക്കുന്നവർക്കൊക്കെ കൃഷിപ്പണി എടുക്കുന്നവർക്ക് അലോവേര വേണം. എല്ലാം തൈക്കിട്ടതാ. ഇത് കണ്ടോ ഡെയ്സി. ഇനി ഇതാ ഇവിടുന്ന് അങ്ങോട്ട് ഇതെല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചതാട്ടോ. അതുണ്ടായി. ഇതാണ്ടോ നല്ലോണം ചുറ്റും തൈകളുണ്ടായി. പ്രൂൺ ചെയ്ത് വെച്ചതാ. ഇതാ ഉണ്ടായിക്കഴിഞ്ഞാൽ വെട്ടിക്കൊടുക്കണം. ഇവിടെ ഇതൊക്കെ വെട്ടാനായി. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനും എൻ്റെ നാടൻ ബാൾസം. നാടനാ. മുകളിൽ നിന്ന് കാണുന്ന ലുക്ക. ഇതെല്ലാം കുറേ ഹാങ് ചെയ്ത് വെച്ചിന്. ഹാങ്ങിങ് ചെടി നല്ല രസാ. ഇത് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ആയി പോയി. ഹാങ്ങിൻ്റെ അടുത്ത് ഇതാ ഒരു ചീര മുളച്ചിരുന്നു കേട്ടോ. ആ പൂക്കളെ കാണാത്ത രീതി അത് പറിച്ചു നടണം. ഇതാ ഇതൊക്കെ ഇതുണ്ടോ നല്ല വെള്ള. ഇത് നിറച്ച് പൂവേനു. പൂവ് കഴിഞ്ഞു. ഇവിടെ ഒക്കെ വെട്ടിക്കൊടുക്കണം. ഒക്കെ അതിനൊക്കെ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. ഇത് നിത്യവഴുതനാണ്. ഇത് കുറ്റിക്കുരുമുളക് പറിക്കാനായി പഴുത്തിട്ടുണ്ട്. ഇവിടെ ചീര പടുവളച്ചുണ്ടായത്. ഞാൻ ഇന്നലെ വെട്ടി. ഇത് ജെറേനിയ മുട്ടിട്ട് കണ്ടോ, മുട്ട് ജെറേനിയ ആളായി വരുന്നു. ഇതൊക്കെ വഴുതിന നട്ടതാ. വഴുതിനെ ചുറ്റും ഞാൻ ചുവന്ന ചീര നട്ടതാ. കുറച്ചും കൂടി വലുപ്പം വെച്ചിട്ട് വേറെ എവിടെങ്കിലും അതുകൊണ്ട് നട്ടതാ. ഇത് ചീര, വഴുതിന, കാന്താരി. ചുവന്ന ചീര നട്ട്. ഇത് കാന്താരി. ഇതിലിപ്പം കുറേ വിളവെടുത്തു. ഇത് തീരാനായി. ഇതാ പഴുത്ത് വരുന്നുണ്ടോ. ഇത് കുറേ വിളവെടുത്തതാ. അതൊക്കെ ഇപ്പം കഴിയാനായിന്. ഞാൻ കുപ്പിയിൽ ചീര നട്ട് കണ്ടോ. ഇത് നല്ല വീതിയിൽ വരും. ഞാൻ അങ്ങനെ വിളവെടുക്കലുണ്ട്. അടിയിലിതാ മുളച്ച് വന്ന്. ഇത് പോയി ഇത് വേറെ വിസിറ്റാക്കാം. എന്താ അടിയിലിതാ മുളച്ച് വന്ന് കണ്ടോ. ഇത് ഞാൻ 2 വെച്ച് നട്ടു. എന്ന് വെച്ചാൽ ഞാൻ 2 നടുന്നില്ല. ഒന്ന് വെള്ളം എടുക്കും കേട്ടോ. ഒന്ന് മതി. കാരണം അത്രക്ക് വീതി വരും ഇലക്ക്. എൻ്റെ ജെറേനിയൊക്കെ നന്നാക്കാനായിട്ടുണ്ട്. ഇതൊക്കെ പറിച്ച് ചാടണം. ഇതൊന്നും വേണ്ട. ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം. എന്നാലേ ചെടിക്കും നല്ലതാണ്, കാഴ്ചക്കും ഒരു ഭംഗിയാണ്. അതിനൊക്കെ ഒരു ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ചെയ്യണം. ഇതെന്താണെന്നറിയോ, ഇതെൻ്റെ പിന്നെ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ അടുത്ത്, കൃഷിക്കാരനാണ് അമ്മായിൻ്റെ മോൻ.
എനിക്ക് ഡ്രാഗൺ നിറയെ ഉണ്ടായിട്ട് എനിക്ക് തന്ന് അതിൻ്റെ കട്ട് ചെയ്ത് എനിക്ക് തന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടാ കണ്ടോ ഡ്രാഗൺ ഇല ഉണ്ടായതാ 1 2 ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഞാൻ മാന്തി നോക്കും, മാന്തുന്ന ആളാ, മാന്തി നോക്കും. അപ്പം നോക്കുമ്പോൾ നിറച്ച് വേരുണ്ടായിട്ടുണ്ട്. എതിരെന്നറിയോ ഇതിനൊക്കെ വേരുണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ വെച്ച് നിന്നിട്ട് ഇതാ വേറൊന്നിതാ വീടിൻ്റെ സൈഡ് ഭാഗം ഇവിടെ ഒരു റോഡ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങോട്ട് ഒരു റോഡ് ഉണ്ട്. അപ്പം ഇവിടെ ഞാൻ ഓരോന്ന് ഇതെൻ്റെ ICU. എൻ്റെ ICU എവിടെയെന്ന് വെച്ചാൽ ഇവിടെ വെയിൽ കുറവാണ്. നോക്കി ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ചീര എന്തോരം ഭംഗി പോലെ തോന്നി. ഇതെനിക്ക് എൻ്റെ മോള് മൂത്തോള് കൊണ്ടുവന്നേനി വിരുന്ന് വരുമ്പോൾ. അതാ കണ്ടോ പൂ നല്ല ഞാൻ ഉഷാറാക്കി ഉണ്ടാക്കി. കണ്ടോ ഉണ്ടായത് നിറച്ച് പൂവിട്ടിന്. ആളായി വരുന്നേ ഉള്ളൂ. മൂത്തോള് രണ്ടാമത്തോളും എനിക്ക് കൂട്ടുകാരിലുണ്ട് കേട്ടോ. ഞാൻ മൂത്തോളത് പറഞ്ഞേ ഉള്ളൂ. ഇതെൻ്റെ പിന്നെ പൊന്നാങ്കണ്ണി ഞാൻ കുറേ വിളവെടുത്തതാ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ നടാൻ കാരണം ഞാൻ എപ്പം പറയലുണ്ട്, ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് തെറിക്കൂല, ജീവികളൊന്നും മൂത്രമൊഴിക്കൂല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പൊട്ടിച്ച് കഴുകി അങ്ങ് തോരനുണ്ടാക്കാം. ഇതൊക്കെ അതാ ഇത് കുപ്പിയിൽ നട്ടേ കണ്ടില്ലേ. അന്ന് പുല്ലെല്ലാം ഉണ്ടാക്കി വളം ഉണ്ടാക്കിയില്ലായിരുന്നോ? ആ വളം ഞാൻ ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞില്ല, അങ്ങനെ ഇളക്കി കൊടുക്കണം. എന്താ ആ വളം ആയത് കണ്ടോ, ചണ്ടി അയിന് ഒരു വെല്ലം ഇട്ടിണ്. ഇതാണ് അതിന് ഞാൻ നട്ടിണ് ചീര ഒഴിവുള്ളിടത്തൊക്കെ. ഇത് ഞാൻ ഇന്ന് നട്ടതാട്ടോ. ഇത് എൻ്റെ നാടൻ പാഴ്സം കട്ട് ചെയ്തിട്ട് ഞാൻ ഈ തണലത്ത് ഇവിടെ കൊണ്ടുവച്ചതാ. വെയിലുകൊള്ളാൻ പറ്റൂല. അതാ ഇവിടെ വേറൊന്ന് 3 ചട്ടിയിൽ നിന്ന് നട്ടിണ്. ഇതൊക്കെ എന്താ അറിയോ, ഇതാണ് എൻ്റെ ചീരച്ചേമ്പിൻ്റെ വലിപ്പം നോക്ക്. നോക്കൂരില 3 ഇല മതി. ഇതിൻ്റെ തണ്ടും ഇലയാണ് നമ്മൾ ഭക്ഷ്യയോഗ്യം. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കൂ ഇത് ചേമ്പാണ് എന്ന്. പാൽച്ചേമ്പ് ആരാല്ലേ വിചാരിക്കൂ, എന്നാൽ ഇത് ചേമ്പല്ല, ഇത് ചീരച്ചേമ്പാ. ചീരവർഗത്തിൽപ്പെട്ട ചീരകളുടെ രാജാവാണ്. ഇതങ്ങോട്ട് ഉണ്ടാവും. ഇതെന്താ അറിയോ, ഇതാണ് പാൽച്ചേമ്പ്. കണ്ടോ, ഇത് പാൽച്ചേമ്പ്. വ്യത്യാസം നോക്ക്, ഇത് പാൽച്ചേമ്പ്, ഇത് ചീരച്ചേമ്പ്. കണ്ടോ 2 വ്യത്യാസം കണ്ടോ, കളറിനെ വ്യത്യാസമാണ്. ഇത് കരിമ്പച്ച, ഇതൊരിളമ്പച്ച അല്ലേ. ഞങ്ങൾ കാണിച്ചിരുന്ന ഇത് ഒന്നാടെ പടുകൾ ചിന്തയ്യ. മറ്റേത് പാൽച്ചേമ്പ് അതൊക്കെ ഞാൻ മാറ്റുമായിരുന്നു. ഇവർ മതി ഈ ഭാഗം. നല്ല ടേസ്റ്റ്. അത് തോരണ്ടാക്കിയാൽ ഈ തണ്ടും ഇലയും അരിഞ്ഞിട്ട് തേങ്ങ കൊതുക്കി ഉണ്ടാക്കിയ പൊലച്ചക്ക് സൂപ്പറാണ്. പിന്നെ ഇതൊക്കെ ഓരോ ചെടികൾ ഞാനിങ്ങനെ സൈഡിൽ കുത്തിയേക്കല. ഇതെനിക്ക് നമ്മളെ കുടുംബത്തിലെ ഒരാൾ തിരൂരിൽ നിന്ന് എന്നെ കാണാൻ വന്നിരുന്നു, ജമീല. എന്നിട്ട് അവരെനിക്ക് തന്ന കന്ന മുളച്ചിതാ. ജമീല അത് കാണുന്നുണ്ടെങ്കിൽ കേട്ടോ ഷെയറായിന്. ഇവിടെ ഞാൻ ഒന്നിന്ന് തൈക്കിട്ടത് അന്ന്. ഒക്കെ ഉഷാറാട്ടെ വിചാരിച്ചിട്ട്. ചീരച്ചെടിക്ക് കുറേ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ചെടി വെക്കാൻ സ്ഥലമില്ലേറ്റ് ഈ ചെടിയുണ്ട്. ഇത് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് ബട്ടർഫ്ലൈ ഇതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒന്ന് മതി ഒരു പുരയിൽ, അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഇതെൻ്റെ വേസ്റ്റ് ടാങ്ക് കേട്ടോ. ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ബാക്കി വരുമ്പോൾ ഇതിലങ്ങിട്ടും ഇങ്ങനെ മൂടി വെക്കും. ഈ കൊല്ലൂടെ അങ്ങിട്ടും. ഇത് ഞാൻ കപ്പ നട്ടതാ ചാക്കിൽ. ഇതടക്കുണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഒരു തരം ചീരയാ, ചായ മനസ്സാന്ന് പറയും. ഇത് ഇംഗ്ലീഷ് ചീര എന്ന് അവിടെ പറയൽ. ഇത് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പിടിപ്പിച്ചത്. അടക്ക പിടിപ്പിച്ചിരുന്നു, അതെല്ലാം പിടിപ്പിച്ചിരുന്നു. ഇനി എൻ്റെ വീടിൻ്റെ കേട്ടോ. വീടിൻ്റെ ബാക്കിൽ ഇത് ചൈനീസ് ഓറഞ്ച്. ഇതിനോടൊരു ജ്യൂസ് ഉണ്ടാക്കിയാൽ ചൈനീസ് ഓറഞ്ചൊക്കെ പറിച്ച് തീർന്ന്. എന്നാലും ഒന്നെങ്കിലും നിങ്ങളെ കാണിക്കാനുണ്ടാവും. അവിടെ ഒന്ന് ഇപ്പം നിറച്ച് തളിര. ഇതിങ്ങൊരു മഞ്ഞ കളറിൽ ഇങ്ങോട്ടാവും. കണ്ടില്ലേ, അതൊക്കെ ഉണ്ട്, നിറച്ചുണ്ടാകുന്നുണ്ട്. ആ ജ്യൂസ് അടിക്കാൻ ഫസ്റ്റാ. ഇവിടൊക്കെ ഓരോന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നടല ഞാൻ. എൻ്റെ ബട്ടർ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ കുറച്ച് പറിച്ചിരുന്നു. ഇത് റംബൂട്ടാൻ്റെ പൂട്ടില്ല, ഓരോരുത്തരുടെ പൂട്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ പാൽച്ചേമ്പ് ഞാൻ എല്ലായിടത്തും ഓരോന്ന് നടുമല്ലോ. ഇതെനിക്ക് കുഞ്ഞിമച്ചി തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു മണിത്തക്കാളി.
അതായത് ഒക്കെ ഉഷാറായി വരുന്നുണ്ട്. എന്താ ബാക്കിൽ ഒരു കർമൂസ് ഉണ്ടാകുന്നു, വേറെയും കർമൂസ്, ബാക്കിൽ ഒരു കപ്പ ഒക്കെ ഞാൻ ഉണ്ടാക്കല. ഇനി നമുക്ക് താഴെ പോവാം. താഴെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഫ്രൂട്ട്സ് ചെടികൾ എൻ്റെ താഴെ ഭാഗം ഞങ്ങൾ വീടെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എടുത്തപ്പോൾ കുറച്ച് കെട്ടി പൊക്കി മണ്ണ് നിറച്ചാ വീടെടുത്തത്. ഈ ഭാഗത്തൊ കൂടി മണ്ണ് നിറക്കുകയാണെങ്കിൽ ഇത്ര വേണോ? കൊല്ലങ്ങൾക്ക് മുമ്പാ, 10-20 കൊല്ലം 25 കൊല്ലട്ടെ ഈ വീടെടുത്തിട്ട്. എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി തന്നതാ. ശ്രദ്ധിച്ചേ ഇറങ്ങുള്ളൂ, താളം തെറ്റിയാൽ കഴിഞ്ഞ്. ഞാൻ എൻ്റെ ഏലം ഇവിടൊക്കെ ഏലം കാണിച്ചു തരാം. എന്താ ഏലം നിറച്ച് ഏലം പൂടുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതൊക്കെ ഞാൻ നനക്കും. ഇതെന്താ അറിയാം നിങ്ങൾക്ക്? ഇതിവിടെ പറയൽ ഇരുമ്പം പുളിന്നാട്ടോ. ഇരുമ്പം പുളി എവിടെ പറയാ, നിറച്ചു മുകളിലൊക്കെ ഉണ്ട്. വെട്ടിക്കൊടുത്താലും ഇതുണ്ടാവും ഈ ഇരുമ്പം പുളി. ഞങ്ങളെ നാട്ടിൽ ഇറങ്ങാപ്പുളി എന്നാണ് പറയുക. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് പറയണേ. പിന്നെ ഞാനിതാ ഇത് ജാതി. അപ്പം നിങ്ങൾ എന്തൊക്കെ കണ്ടിന്ന് എൻ്റെ കൃഷികൾ. ജാതി കണ്ട്, ഇതാണ് ജാതി. ഇത് ഈ ജാതി പൊട്ടീനുള്ളിൽ ജാതി പത്രിക ഉണ്ടാവും. അത് പൊട്ടുന്നുണ്ട്. ഈ മേൽഭാഗം ജ്യൂസ് ഉണ്ടാടിക്കുമ്പോഴും അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ തരെ ചെയ്തില്ല. ഇത് ബട്ടർ. ഈ ഭാഗം തന്നെ ഫ്രൂട്ട്സിൻ്റെ തോട്ട. ബട്ടർ ഉണ്ടായി നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്നത് പക്ഷികൾക്കാണ്. പിന്നെ പക്ഷികൾ തിന്നട്ടല്ലേ. ഇപ്പം എന്ത് ചെയ്യുന്നു? എന്നാലും കുറച്ച് നമ്മൾ വെച്ചാൽ മതിയേനു. നിങ്ങൾ താഴെ നിന്ന് നോക്കി നോക്കിൻ്റെ അതൊക്കെ തിന്നിട്ടുള്ള വിത്താ. ഈ വിത്തൊക്കെ മുളക്കും. എന്താ നിറച്ചും ഇവിടെ മുളച്ചിട്ട് ഞാൻ തൈ വന്നാൽ ഓരോരുത്തർക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ഉണ്ടായിട്ട് ഒരു വിളവെടുത്ത് വിറ്റവരുണ്ട് ഞാൻ കൊടുത്തത്. ഈ ചെടി എന്താ അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ അറിയോ? ഒരു ക്ലൂ തരാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അവസാനം ഞാൻ തന്നെ പറയാം. മാങ്കോസ്റ്റി. എന്താ മാങ്കോസ്റ്റിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടാണല്ലോ. എൻ്റെ വാഴ കണ്ടോ, കൊലച്ച് ഒന്ന് അപ്പുറം ഒന്ന് കൊലച്ച്, ഇത് വീണും പോയി. അങ്ങനെയാ. ഇതൊക്കെ ഓരോ നനവ് വരുന്നത് കൊണ്ട് ഞാനിവിടെയൊക്കെ നട്ടു കൊടുക്കലാണ്. എനിക്കിത് ഇഷ്ടമായിട്ട്. ഇത് നല്ല മധുരമുള്ള ഒരു പ്ലാവ്. അതിന്മേൽ കായ്ക്കുന്നുണ്ട്, പക്ഷെ കുറവാ, കായ്ക്കൽ കുറവാ. തറവാട്ടിൽ പോവുക ഞാൻ കേട്ടോ. തറവാട് കാണിച്ചു തരാം. തറവാടിലെ പച്ചക്കറികളൊക്കെ കാണിച്ചു തരാം. തൊട്ടിപ്പുറത്തെ റോഡ് സൈഡിലുള്ള സ്ഥലത്ത് മത്തം നട്ടിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ തറവാട്ടിലാട്ടോ. എന്നോട് പറഞ്ഞിരുന്നല്ലോ തറവാട്ടിലതൊക്കെ കാണിക്കണം, വീട് കാണിക്കണം എന്നുള്ളത് കേട്ടോ. ഇതാ ഇവിടേക്കാണ് ഞാൻ വലതുകാല് വെച്ച് കയറി വന്ന ഇതാ വീട്. ഇപ്പം ഈ വീട്ടിൽ ഞങ്ങൾ വാടക കൊടുത്തതാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയതാണ്. മാറിയിട്ട് തന്നെ കുറച്ച് കൊല്ലങ്ങളൊക്കെ ആയി. അന്ന് ഉണ്ടാക്കിയ വീടാണ്. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് കുറേ പച്ചക്കറിയാണ് നടുന്നത്. കണ്ടോ എൻ്റെ ക്യാബേജ്. ഈ ക്യാബേജിൻ്റെ തൈ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയോ? ഞങ്ങളുടെ എപ്പം പറയല്ലേ, ഒരു ക്യാബേജ് വിളവെടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റിമെന്ന് ഇങ്ങനെ ചുറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേനിയോ? ആ കുറ്റിമെന്ന് ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് നട്ട് പിടിപ്പിക്കുന്ന ഇത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചീര മുളച്ച്. ചീര ഇതിന് ഒരു മാറ്റം വന്നു, ഒരു കേട് വരും പോലെ വന്നിട്ട് ഞാൻ മരുന്നടിച്ചപ്പോൾ തെളിഞ്ഞ് വന്നു കേട്ടോ. ഇത് എൻ്റെ ബീട്രൂട്ടിൻ്റെ ഇടയിലൂടെ കണ്ടോ ഒരു നല്ലൊരു തക്കാളി തൈ എവിടെയും. ഈ കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ അങ്ങനെ ഒരു പ്രത്യേകത എല്ലാം മുളച്ച് വരും. ഇതാ ഇവിടെയൊക്കെ അതാ. ഇത് ചീരാണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായത്. ഉച്ച നേരം നനച്ചില്ല, അന്നപ്പത്തിനേക്ക് ഇവരങ്ങ് കുഴഞ്ഞ്. നമ്മളെ പോലെ ഇവർക്കും ഭയങ്കര ദാഹ. വെയിലും കിട്ടാവുമ്പോഴേ നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഇത് മുളക് ഇതാ ബുള്ളറ്റ് മുളക്. നമ്മളുണ്ടല്ലോ ഈ ചുവന്ന ഇലയൊക്കെ അങ്ങ് പറിച്ചു കൊടുക്കണം. ഈ ചുവന്ന ഇല കണ്ടാൽ പച്ച ഇലക്ക് തോന്നും ഞാനും ചുവന്ന അങ്ങ് പോട്ടെ, അങ്ങ് പറിച്ചു കൊടുക്കണം. എന്നാൽ ചെടി കാണാനും ഒരു പവറുണ്ടാവും, മൊഞ്ചി ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഇതാ തക്കാളി. ഇത് പിന്നെ ഞാൻ നട്ടതാട്ടോ. ഈ മുളകിൻ്റെ സൈഡിലൂടെ കുത്തി കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. ഇതെന്താ അറിയോ? ഇത് ക്യാരറ്റൊക്കെ ഉണ്ടായത്. ക്യാരറ്റ് ഉഷാറാകുന്നുണ്ട്. അതിൻ്റെ ഇടക്കും ചീര, ഞാനുള്ളടത്തൊക്കെ ചീര ഉണ്ടാവും. ഇത് കോളിഫ്ലവറാ. ഇത് കോളിയാ.
ഇതാ മരുന്നടിച്ചപ്പോൾ നോക്ക് ഈ ഇല കണ്ടോ, ഈ ഇലക്കാണ് വന്നത് രോഗം. ഇതാ മരുന്നടിച്ചതിന് ശേഷം കണ്ടോ തെളിഞ്ഞ് വന്ന്. എന്താ ഇതൊരു പിന്നെ ക്യാരറ്റ്, ഇത് ക്യാരറ്റ്, അത് ബീട്രൂട്ടിൻ്റെ ഒക്കെ നട്ടിട്ടേ ഉള്ളൂ, ഇല പൊങ്ങി വരുന്നേ ഉള്ളൂ. അത് കുറച്ച് പൊങ്ങി വന്നു കേട്ടോ. ഈ തക്കാളി ഞാൻ എങ്ങനെയാണ് നട്ടെന്നറിയോ? ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. തക്കാളിൻ്റെ കൂടുതൽ ഭാഗം തണ്ട് അടിയിലാക്കിയിട്ട് മേലുള്ള ഭാഗം മേലോട്ടാ, ഈ കൂമ്പ മേലോട്ടേക്കാക്കി ഇങ്ങനെ രണ്ടിൻ്റെ. അപ്പം അത് ഉണ്ടായത് കണ്ടോ, നല്ല വളർച്ച എത്തി കണ്ടോ. എന്താ ഇതൊക്കെ അങ്ങനെയാണ്. ഭയങ്കര വലുപ്പത്തിലുള്ള പാൽച്ചേമ്പ് വലുപ്പം അധികമായിട്ട് ഇതൊക്കെ തണലായിപ്പോയി. ഇവിടെ ഞാൻ ഒക്കെ ഇലയൊക്കെ വെട്ടിക്കൊടുത്തതാ. ഒന്ന് മാന്തി നോക്കുമ്പോൾ അതാ നോക്ക്, ഇതാ ഉണ്ടായിതാ കണ്ടോ. ഞാൻ ഒന്ന് മാന്തി നോക്കി കയ്യൊന്നും അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടാ, പച്ച കയ്യ. ഞങ്ങൾ മൂടിയട്ടെ, ഇപ്പം എടുക്കുന്നില്ല. ഞാൻ നോക്കിയതാ. കുറച്ച് ഈ ഭാഗത്തെ പച്ചക്കറി കാണിച്ചു തരാം. വെയിലുള്ളോടത്തുള്ളോട് നോക്കി നടല. ആ സ്ഥലമുള്ളത് അത്ര നടാനേ ഉള്ളൂ, കുറഞ്ഞ സ്ഥലം. അപ്പം വെയിൽ കാണോ. ഇത് ഞാൻ ചാക്ക് നട്ടെ പടുത്ത് നട്ടതാ പാൽച്ചേമ്പ്. നനക്കണം, നനച്ചാൽ മാത്രമേ ഉണ്ടാവും. എന്താ 1 2 3 4 ഉണ്ടോ, നനച്ചാൽ നല്ല ഉഷാറുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു തക്കാളി നട്ടു കൊടുത്തുക. കാരണം ഇതാളാണെ കുറേ കഴിയും, തക്കാളി വേഗം ഉണ്ടാവും കണ്ടോ, നല്ല ഉഷാറിൽ പൂവിടാനാകുന്നേ ഉള്ളൂ, ചെറുപ്പാ. എൻ്റെ ഈ തക്കാളിയെല്ലാം കഴിഞ്ഞ്, എന്താ തക്കാളി കഴിഞ്ഞ് വിളവെടുത്തെടുത്തെടുത്തെടുത്ത് കഴിഞ്ഞീണ്. ഇനി വേണ്ട, ഇവിടെ മുളക് ഉണ്ടാകുന്നുണ്ട്, ആ ഉണ്ടാവട്ടെ. കർമൂസ് കണ്ടോ, കർമൂസ് ഞാൻ തൈ ഉണ്ടാക്കി നട്ടതാ, നനച്ചു കൊടുക്കല. കർമൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലത്ത് ഓമക്കായൊക്കെ പറയല്, ഞങ്ങളിവിടെ കർമൂസ് എന്നാണ് പറയുക. വഴുതിന ഉച്ച നേരമായത് ഇതാ വഴുതിന ഉണ്ടായണ്ടോ. എന്താ അതൊക്കെ വഴുതിനയാ. ഇവിടൊക്കെ അതാ കാബേജ് വിളവെടുക്കാനായിട്ടുണ്ട്. ഞാൻ വിളവെടുക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു കാബേജ്, അവിടെ കാബേജ്, പ്രായം കുറഞ്ഞ കാബേജ് ഞാൻ കാണിച്ചു തരുന്നില്ല, ആവുന്നുള്ളൂ. ഇതുണ്ടോ, ഇതിന് വിളവെടുക്കണം, ആയിട്ടുണ്ട്. ഇതിലൊക്കെ വേണ്ടിയില്ല, ഇതൊന്നും നമുക്ക് തോരൻ വെക്കാനാവൂല, അത്രയും മൂത്ത് പോയിട്ടുണ്ട്. അടിപൊളി അടിപൊളി കാബേജ്. ഇവിടുന്നല്ല ഞാൻ വിളവെടുത്ത് ഞാൻ ഇതൊക്കെ പോക്കും. ഇതെല്ലാം പോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ കുറ്റിമല നിറച്ച് തൈയുണ്ട്, അത് നമുക്ക് നടാലോ. എന്താ ഇത് വളാക്കി എടുക്കുക. ഇതിവിടെ ചുറ്റും തൈയുണ്ടാവും, അത് ഞങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. കാരണം എനിക്കും പണ്ട് അറിയില്ല, നിങ്ങൾക്കും അങ്ങനെ അറിയാണ്ടായി പോണ്ടെന്ന് വിചാരിച്ചിട്ട്. തറവാട്ടിൻ്റെ ബാക്കിൽ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്, വെയിൽ നോക്കിയത്. അത് തക്കാളിയാണ്, തക്കാളി നട്ട്. തക്കാളി ഓരോന്നോരോന്ന് പഴുത്ത് ഉണ്ടായിരുന്നു. എന്താ ഒക്കെ ഞാൻ നേരത്തെ പറിച്ചു പോയി, ഒന്നേ ഉള്ളൂ. ഇതാ ഇത് നിത്യവഴുതന. നിത്യവഴുതന ഞങ്ങൾ കായ് കണ്ടില്ലല്ലോ. ഇതാ നിത്യവഴുതന. ഇതാ കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് കണ്ടപ്പം പറഞ്ഞിരുന്നേ. ഇതാ അതൊക്കെ നിത്യവഴുതന കണ്ടില്ലേ. പാടിൻ്റെ ബാക്കിൽ മുകളിൽ കയറട്ടെ കേട്ടോ. ഇവിടെ എന്താ ബീൻസ് ഉണ്ടായി. ഇതാ ബീൻസ് കായ്ച്ചിന്, ബീൻസൊക്കെ കായ്ച്ചിട്ടോ. ഇതാ ഇതാ നിറച്ച് കായ്ച്ച്. ഇതാലൂസ് ഒക്കെ എന്താ ഇതൊക്കെ കായ്ച്ചിന്. ഈ കപ്പ നട്ടത് ഫുള്ള് ചാക്കില്ല. കാരണം എന്താ അറിയോ, പറിക്കാൻ അങ്ങ് വരുമ്പോൾ ഫുള്ള് തിന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നടുന്നില്ല ഇനിയെന്ന് വിചാരിച്ചു. ആ സമയമാകുമ്പോഴേക്ക് നട്ടേ പറ്റൂ. അങ്ങനെ ഞാൻ 5 എണ്ണം നട്ട്. പെരിച്ചായും വന്നില്ല, എലിയും വന്നില്ല. ഇതിൽ ഞാൻ വിളവെടുത്ത ഒന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇതാ 5 എണ്ണം, ഇനി ഇതാ 3 എണ്ണം കൂടി ഉണ്ട്. വിളവെടുക്കാനായി, നടന്നോട്ടെ. ഇതാണ് എൻ്റെ തറവാട്ടിൻ്റെ ബാക്കിൽ ഞാൻ ഓരോന്നോരോന്ന് നട്ടുപിടിപ്പിക്കുന്നത്. ഇനി കൂടുതലായിട്ടുള്ളത് വേറെ സ്ഥലത്ത്, അവിടേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഉള്ളത് മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ. ഇതാ അപ്പുറത്തൊക്കെ ഇതാ ഈ മരം എന്താണെന്നറിയോ, ഇതാണ് കൊടംപുളി. കൊടംപുളി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മന്ദംകോല് പോലെ ഇങ്ങനെ മഞ്ഞ കളറിൽ, പഴുത്ത മഞ്ഞ കളറ്. എന്നിട്ട് ഉണക്കിയിട്ട് നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പല പുളിയാണ്. അസുഖമുള്ളവർക്കൊക്കെ ഈ വാളംപുളിനേക്കാൾ നല്ലത് ഈ കൊടംപുളിയാണ്.
ഇതാ ഒന്നിവിടെ 2. ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഇട്ടിരുന്നു. ഇതൊന്ന് കുലച്ചു. ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇതിന് വലിയൊരു വാഴ ഉണ്ടായിരുന്നു. ഞാൻ ഇട്ട് മണ്ണും ഇവിടെ ഉള്ളത് മൊത്തം വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി മണ്ണിട്ട് മൂടി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വലിയ വാഴ അങ്ങ് വീണുപോയി. പിന്നെ 2ാമത് ആളായി വന്ന് കൊലച്ചതാണ് ഇത്. അതിന് കുത്ത് വേണ്ടിയില്ലല്ലേ വീണു പോകും. ഇതെന്താണെന്നറിയോ? ഇത് കുറേ പേര് കാണാത്തവരുണ്ടാവും. ഇതിൻ്റെ പേരൊന്ന് ആലോചിച്ച് നോക്കി. ഇതെന്താന്നുള്ളത് ആലോചിച്ചിട്ട് തലവേദന എടുക്കേണ്ടതാ. ഗ്രാമ്പു ഉണ്ടായത് കണ്ടോ? ഇത് ഉണക്കാൻ വെച്ചപ്പോൾ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാ. കണ്ടോ? ഇത് ഉണക്കാൻ ഇട്ടിട്ട് ഉണങ്ങിയത് കണ്ടോ? അവിടെ നല്ല ഉണങ്ങിയത് ഇതാ. ഇത് നമ്മളെ കുരുമുളക് ഉണങ്ങിയ പോലെ ഉണ്ട് കേട്ടോ. ഇതാ നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരതാ. കണ്ടില്ലേ? ഇത് ഉണങ്ങണം ഇനി. ഇത് ഈ ഉണങ്ങിന് എത്രയോ കാലം നിൽക്കും, കേടി വരാതെ. നമുക്ക് അളവിലിട്ട് വെച്ചാൽ മതി. മത്തൻ നട്ടതാ, പടുത്ത് നട്ടതാ മത്തന്. ഇതാ എങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുപ്പി വെള്ളം. പിന്നെ ഇത് വെയിൽ കുറച്ച് കുറവുള്ളൂ എടുത്താട്ടോ. ഇനി വെയിൽ നല്ലോണം തട്ടുന്നിടത്തുള്ള മത്തം കാണിച്ചു തരാം. ഒരേ സമയത്ത് നട്ടതാ. വ്യത്യാസം അത്ഭുതപ്പെടും. കണ്ടോ? ഇത് നല്ല വെയിലത്താ. നല്ല വെയിൽ കൊണ്ടുള്ളത് നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ. ഒരേ പ്രായക്കാരെ വ്യത്യാസം കണ്ടില്ലേ? ഇതിൻ്റെ ഇലക്കെ നല്ലൊരു വര വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അത് നന്നാകുന്നുണ്ട്. കേട്ടോ? ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഉഷാറാകുന്നുണ്ട് എന്നുള്ളത്. ഇതിപ്പം കുറച്ച് വെയിലായിപ്പോയി, അതുകൊണ്ട് ഇലയൊക്കെ താന്ന് വാടി നിൽക്കുന്ന നല്ല വെയിലുള്ളുന്ന സ്ഥലമാണ്. ചക്ക ഒന്ന് കണ്ടു നോക്കി. വേണമെങ്കിൽ ചക്ക വേരിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ? ശരിക്കും ഇതാ കണ്ടോളൂ. ഒരു കൊലയിൽ തന്നെ എത്രയാണ് ഉണ്ടായത് നോക്ക്. ഇതാ 1, 2, 3, 4 എണ്ണിയാൽ തീരൂല, അത്രക്കുണ്ടായിട്ടുണ്ട്. നിലം തൊട്ടു. ഇത് എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.